ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ആ ഒരു സാരി എടുത്ത് വരുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, അയ്യോ ശ്രുതി സാരി മാറിപ്പോയി, ഇത് ശരിക്കും ലാവണ്യ എടുക്കേണ്ട സാരി നിനക്ക് വന്നെ വാങ്ങിയിട്ടുണ്ടായി, അയ്യോ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അത് സാരില്ല, നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുവാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ശ്രുതിനെ അശ്വിൻ കാണത്തൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ദീപങ്ങളൊക്കെ കൊളുത്തി ആ ഒരു പ്രകാശത്തിന് ഒത്ത നടുക്ക് നമ്മുടെ, അതായത് ലൈറ്റ് ഒന്നുമില്ല, ദീപങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ശ്രുതിനെയാണ് അശ്വിൻ ആ സമയത്താണ്ടോ കാണുന്നത്. അപ്പൊ ശ്രുതിയുടെ വല്ലാത്തൊരു സ്നേഹവും ആ ശ്രുതിയുടെ സൗന്ദര്യത്തെ ശരിക്കും വീണ് പോവാണ് അശ്വിൻ. അങ്ങനെ ശ്രുതിയുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുക കേട്ടോ. ശ്രുതി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ അശ്വിൻ പുറകെ തന്നെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്യാമിന്റെ കള്ളത്തരം പൊളിയാൻ പോകുമ്പോഴേക്കും ശ്യാം ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് മുകളിൽ പോയി കിടക്കണത്. ശ്യാം വരുമ്പോൾ തന്നെ, അതായത് ശ്രുതി വരുമ്പോൾ ശ്യാം അവിടെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ നിനക്ക് എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തരാം, നീ ഇതുവരെ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും ശ്യാം എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്യാമിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാകും, അത് നിലത്തേക്ക് ഇടും. എന്നിട്ട് അയ്യോ അത് നിലത്തേക്ക് ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴേക്കും ശ്യാം അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് അടിക്കും കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് അവിടെ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും, ആ പൈനാപ്പിൾ എല്ലാം വാരി തിന്നുവാണ് ശ്യാമ. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഒട്ടും വയ്യ, കണ്ണിന് വല്ലാത്ത കാഴ്ചക്കുറവ് പോലെ, കണ്ണ് മഞ്ഞുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ പോയി കിടക്കും. ശ്രുതിക്ക് അപ്പം തന്നെ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ശ്യാമിന്റെ കള്ളത്തിന് ഉടനെ തന്നെ ശ്രുതി കണ്ടുപിടിക്കും. ഇനി അധികം ദിവസമൊന്നും ഇല്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശ്യാമാണ് അഞ്ജലിയുടെ ഭർത്താവെന്ന് ശ്രുതി കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതല്ല പറഞ്ഞു വരുന്നത് നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും കാര്യമാണ്. അങ്ങനെ ശ്രുതി വീഴാൻ പോകുമ്പോൾ അശ്വിൻ വീണ്ടും പിടിക്കുന്നുണ്ട്. അവർ തമ്മിൽ വീണ്ടും ആ ഒരു കെമിസ്ട്രിയും ആ ഒരു പാട്ടും അവരുടെ ആ ഒരു അയലോക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിനെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രുതി അശ്വിനെ നോക്കുന്നുണ്ട്. ശ്രുതിയുടെ ഒരു പാദസരം കളഞ്ഞു പോയെന്ന് ശ്രുതി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതിലൊരു പാദസരം അശ്വിന്റെ കയ്യിലാണുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രുതിയുടെ കാലിൽ നിന്ന് അഴിഞ്ഞു പോയപ്പോൾ അശ്വിൻ എടുത്ത് മാറ്റിയില്ലേ, ആ പാദസരം കേട്ടോ ഒരു പാദസരം കാണാനില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ആ പാദസരം ശ്രുതിയുടെ കാലിൽ കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ്. തൻ്റെ അമ്മ തനിക്ക് വേണ്ടി സമ്മാനിച്ച ആ പാദസരം തനിക്ക് വീണ്ടും കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് ശ്രുതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുവാട്ടോ. ആ സമയത്ത് അശ്വിനും ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ഭാഗമാട്ടോ നാളത്തെ എപ്പിസോഡിലൊക്കെ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.